കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പുതിയ വഖഫ് നിയമ ഭേദഗതി അനുസരിച്ച് ആ നിയമത്തിലെ 3B വകുപ്പ് പ്രകാരം രാജ്യത്താകെയുള്ള വഖഫ് ഭൂമികളായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഭൂമികളൊക്കെ തന്നെ അതിൻ്റെ വിവരങ്ങൾ കൈമാറണം എന്നാണ് ആവശ്യപ്പെടുന്നത്. അത് കൈമാറുക എന്ന് പറയുന്നത് വഖഫ് ബോർഡിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു സർക്കാർ സംവിധാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു നിയമപരമായൊരു രേഖയുണ്ട് എങ്കിൽ അത് കൈമാറേണ്ടത് നിയമപരമായ ഒരു ഉത്തരവാദിത്തമാണ്. അതാണ് യഥാർത്ഥത്തിൽ നിർവഹിക്കപ്പെട്ടത്. ഒരുപക്ഷെ ഇനി UDF സർക്കാരാണ് സംസ്ഥാനം ഭരിച്ചിരുന്നതെങ്കിൽ പോലും ഇങ്ങനെ തന്നെ ചെയ്യാൻ നിർവാഹമുള്ളൂ, അങ്ങനെ ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ മുനമ്പത്ത് എന്താണ് സംഭവിക്കുന്നത്? 1950-ലാണ് ഈ മുനമ്പത്തെ ഈ ഭൂമി ഫറൂഖ് കോളേജ് മാനേജ്മെൻറ്റിന് ലഭിക്കുന്നത്. ആ ഭൂമി ദാനം കിട്ടിയ ഭൂമിയാണോ അതോ വഖഫ് ഭൂമിയാണോ എന്നതൊരു നിയമതർക്കമായി നിലവിൽ സുപ്രീം കോടതിക്ക് മുൻപാകെ നിൽക്കുകയാണ്. നോക്കൂ, അതിനുശേഷമുള്ള കാലഘട്ടങ്ങളിലൊക്കെ തന്നെ വഖഫ് ഭൂമികൾ വലിയ തോതിൽ കയ്യേറ്റം ചെയ്യപ്പെടുന്നു, അത് അന്യാധീനപ്പെട്ടു പോകുന്നു, അവിടെ അഴിമതി നടക്കുന്നു എന്നൊക്കെയുള്ള വലിയ പരാതികൾ ഉയർന്നപ്പോൾ 2006 അധികാരത്തിൽ വന്ന VS അച്യുതാനന്ദൻ സർക്കാരാണ് ഒരു സമിതിക്ക് രൂപം നൽകുന്നത്. MA നിസാർ സമിതിക്ക് രൂപീകരിക്കുന്നത്. അപ്പോൾ ആ സമിതിയാണ് പിന്നീട് ഈ വഖഫ് ഭൂമികളെക്കുറിച്ച് പഠിക്കുന്നത്. ഈ സമിതിയുടെ റിപ്പോർട്ടിലെ ശുപാർശ പ്രകാരം ഈ മുനമ്പത്തെ 404 ഏക്കർ വരുന്ന ഭൂമി എന്ന് പറയുന്നത് വഖഫ് ഭൂമിയാണ്, അത് തിരിച്ചു പിടിക്കണം എന്നാണ് ഈ സമിതി, ഈ റിട്ടയർഡ് ജഡ്ജി അധ്യക്ഷനായുള്ള ഈ ഒരു സമിതി സർക്കാരിന് നൽകുന്ന ശുപാർശ എന്ന് പറയുന്നത്. പിന്നീട് ഇത് കോടതിയിലെത്തുകയാണ്. അവസാനം കോടതി ഈ ഉത്തരവ്, ഈ നിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ ശക്തമായി വഖഫ് ബോർഡിനോട് ആവശ്യപ്പെടുകയാണ്. ഇത് വഖഫ് ഭൂമിയായി രജിസ്റ്റർ ചെയ്യണം എന്ന് ആവശ്യപ്പെടുകയാണ്. അതുവരെ അത് വഖഫ് ഭൂമിയായി രജിസ്റ്റർ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ രജിസ്റ്റർ ചെയ്യണം എന്ന് വഖഫ് ബോർഡിനോട് ആവശ്യപ്പെടുകയാണ്. അത് ചെയ്യാത്തതുകൊണ്ട് പിന്നീട് കോടതിയലക്ഷ്യ നടപടി സ്വീകരിക്കും എന്ന് മുന്നറിയിപ്പ് നൽകുമ്പോഴാണ് 2019 ഈ മുനമ്പത്തെ 404 ഏക്കർ ഭൂമി വഖഫ് ഭൂമിയായി രജിസ്റ്റർ ചെയ്യുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന സമരങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ തന്നെ ഉണ്ടാകുന്നത്. ഏതായാലും ഇവിടെ ഇത് കോടതിക്ക് പുറത്തോ അതല്ല എങ്കിൽ കോടതി വഴിയോ പരിഹരിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു വിഷയമായി ഇത് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത്, അതായത് പിണറായി വിജയൻ സർക്കാരിൻ്റെ 2ാം ടേമിൽ ഇത് വലിയ വിഷയമായി ആളിക്കത്തി. BJP ഒക്കെ ആണെങ്കിൽ ഇത് വലിയ രാഷ്ട്രീയ മുതലെടുപ്പിനായി രംഗത്തിറങ്ങി. അന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു വരെ മുനമ്പത്തെത്തുകയും അവിടെ ഈ പ്രശ്നങ്ങൾ, പുതിയ നിയമം വന്നാൽ ഞങ്ങളിതാ പരിഹരിക്കാൻ പോകുന്നു എന്നൊക്കെയുള്ള വലിയ വാഗ്ദാനങ്ങൾ നൽകി. പക്ഷേ പുതിയ നിയമം വന്നപ്പോൾ അത് കൂടുതൽ കുരുക്കിലേക്കാണ് ഈ വഖഫ് ഭൂമിയൊക്കെ തന്നെ പോയത്. അത് പിന്നീട് ഒരിക്കലും BJP ആ ഒരു നിലപാട് പറയാൻ സാധിച്ചിട്ടില്ല.